ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഉപകാരപ്രദങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ പദ്ധതി. എന്താണ് ദീപ്തി ബ്രെയിൽ പദ്ധതി? കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാക്ഷരതാ മിഷൻ പദ്ധതി ദീപ്തി ബ്രെയിൽ പദ്ധതി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നവർക്ക് മലയാളത്തിൽ ആശയവിനിമയ സാധ്യത വളർത്തുന്നതിനുള്ള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചെങ്ങാതി. എന്താണ് ചെങ്ങാതി? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നവർക്ക് മലയാളത്തിൽ ആശയവിനിമയ സാധ്യത വളർത്തുന്നതിനുള്ള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചെങ്ങാതി. പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് നവചേതന. എന്താണ് നവചേതന? പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് നവചേതന. കുത്തിയോട്ട പാട്ടുകൾ എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വനിതയാണ് ഡോക്ടർ എൽ ശ്രീരഞ്ജിനി. കുത്തിയോട്ടപ്പാട്ട് എഴുത്തുകാരി ആരാണ്? ഡോക്ടർ എൽ ശ്രീരഞ്ജിനി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ വർധനവ് 23 രൂപയാണ്. ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്ന വേതനം 369 രൂപയാണ്. മുൻപുണ്ടായിരുന്നത് 346 രൂപയായിരുന്നു. 23 രൂപയുടെ വർധനയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയിൽ 400 രൂപയാണ്. 26 രൂപയുടെ വർധനവാണ്. ഗോവയിൽ 378 രൂപ, 22 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടകയിൽ 370 രൂപ, 21 രൂപയുടെ വർധനവ്. എന്തായാലും കേരളത്തിലെ വർധനവ് നോക്കി വെച്ചേക്കാം. കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുന്നത് 369 രൂപയാണ്. 23 രൂപയുടെ വർധനവാണ്. അതായത് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് 346 രൂപയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്. അദ്ദേഹം ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 5 വരെ വരാനിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കും. അതുകൊണ്ട് നോക്കി വെച്ചേക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റാണ് ഗബ്രിയേൽ ബോറിക്. എന്താണ് D4DAD? കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് D4DAD. എന്താണ് D4DAD? കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് D4DAD. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവാണ് സഞ്ജയ് കുമാർ മിശ്ര. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജയ് കുമാർ മിശ്ര. 2025 മാർച്ചിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. 2025 മാർച്ചിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണ്? വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. എന്താണ് യോദ്ധാവ് എന്ന പദ്ധതി? മയക്കുമരുന്നിൻ്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോദ്ധാവ്. എന്താണ് യോദ്ധാവ്? മയക്കുമരുന്നിൻ്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോദ്ധാവ്. ഗ്രാം യാത്ര പ്രസിദ്ധമായ ചിത്രം വരച്ചത് MF ഹുസൈനാണ്. ഗ്രാം യാത്ര എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചതാരാണ്? MF ഹുസൈന്. ഓയിൽ ഓൺ ക്യാൻവാസ് മാസ്റ്റർ പീസ് എന്നാണ് ഗ്രാം യാത്ര അറിയപ്പെടുന്നത്. ഗ്രാം യാത്ര എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓയിൽ ഓൺ ക്യാൻവാസ് മാസ്റ്റർ പീസ്. അമൃത ഷെർഗിലിൻ്റെ പ്രശസ്ത ചിത്രമാണ് ദി സ്റ്റോറി ടെല്ലർ. അമൃത ഷെർഗിലിൻ്റെ പ്രശസ്ത ചിത്രം ദി സ്റ്റോറി ടെല്ലർ. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.